വിശദമായ വാർത്തകളിലേക്ക്. കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിട്ടു. അമീർ ഷെയ്ഖ് മിഷ് അൽഹമ്മദ് അൽ സബാഹാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ ജൂണിലാണ് നിലവിലെ പാർലമെന്റ് അധികാരമേറ്റത്. ഗിരീഷ് ഒറ്റപ്പാലം നൽകും വിവരങ്ങൾ. കുവൈറ്റിൽ നിന്നും ഗിരീഷ്, വിശദാംശങ്ങൾ. അരുണ, അല്പസമയം മുൻപാണ് കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിട്ടത്. അമീർ ഷെയ്ഖ് മിഷാൽ അൽഹമ്മദ് അൽ സബാഹാണ് അല്പനേരം മുമ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. 2023 ജൂൺ 6-നാണ് നിലവിലെ പാർലമെന്റ് അധികാരത്തിൽ വന്നത്. കുവൈറ്റിൽ തെരഞ്ഞെടുപ്പിലൂടെ 50 അംഗങ്ങളാണ് പാർലമെന്റിൽ എത്തുക. 5 പ്രവിശ്യകളിൽ നിന്നായി കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന 10 പേർ വീതം പാർലമെന്റിൽ എത്തുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. നിലവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 6 മാസം മാത്രം പ്രായമായ പാർലമെന്റാണ് പിരിച്ചുവിട്ടത്. ഭരണഘടനയുടെ 107 ആർട്ടിക്കിൾ പ്രകാരം കുവൈറ്റ് അമീറാണ് ഈ നടപടി സ്വീകരിച്ചത്. പാർലമെന്റ് പിരിച്ചുവിട്ട് 2 മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. അതിനാൽ തന്നെ പുതിയ തിരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങിയിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ തന്നെ ജനാധിപത്യ രീതിയിൽ പാർലമെന്ററി സംവിധാനം നിലവിലുള്ള രാജ്യമാണ് കുവൈറ്റ്. നിലവിലെ പാർലമെന്റ് പിരിച്ചുവിടുന്നതിനുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ അറിയാൻ കഴിയും. അരുണ. ശരി, കുവൈറ്റ് പാർലമെന്റ് പിരിച്ചുവിട്ടിരിക്കുന്നു. കുവൈറ്റിൽ നിന്നും ഗിരീഷ് ഒറ്റപ്പാലമാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ സന്ദർശനത്തിനിടെ സുപ്രധാന കരാറിലേർപ്പെട്ട് ഇന്ത്യയും യു എയും. ഡിജിറ്റൽ രംഗത്തുൾപ്പെടെ ഇരു രാജ്യങ്ങളും സഹകരണം വർദ്ധിപ്പിക്കും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ച് പ്രവർത്തിക്കാനും തീരുമാനമായി. ഡിജിറ്റൽ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കാനും ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടർ ക്ലസ്റ്റർ, ഡാറ്റാ സെന്റർ എന്നിവ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ വിവിധ മേഖലകളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ യു എ സന്ദർശനത്തിനിടെയാണ് തീരുമാനം. ഇന്ത്യയിലെയും യു എയിലെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഇതിനായി സഹകരിക്കും. യു എ നിക്ഷേപ മന്ത്രാലയം ഇന്ത്യയുടെ IT മന്ത്രാലയവുമായാണ് കരാർ ഒപ്പിട്ടത്. ഗുജറാത്തിൽ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സുമായി യു എ സഹകരിക്കാനും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനത്തിലെത്തി. വൈദ്യുതി കൈമാറ്റം, വ്യാപാരം എന്നിവയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായിട്ടുണ്ട്. അബുദാബിയിലെ ഡൽഹി IITയിൽ പുതിയ കോഴ്സ് തുടങ്ങുമെന്നും ജബലലി മേഖലയിൽ ഭാരതമാർട്ട് തുറക്കുമെന്നും അധികൃതർ അറിയിച്ചു. യു എ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഖത്തറിലെത്തിയ പ്രധാനമന്ത്രി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി മറ്റ് ഉന്നതതല ഉദ്യോഗസ്ഥർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. 24 ദുബായ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഡൽഹിയിൽ അനിശ്ചിതകാല സമരം തുടരുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പരാജയം. താങ്ങുവിലയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെട്ടത്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ, പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ് എന്നിവർ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. ഇതിനിടെ ശംഭു അതിർത്തിയിൽ കർഷകർക്ക് നേരെ വീണ്ടും കണ്ണീർ വാതകം പ്രയോഗിച്ചു. നിതിൻ അംബുജനുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. നിതിൻ, ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു, സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. എന്താകും കർഷകരുടെ തുടർ നീക്കങ്ങൾ ഇനി? ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരും കർഷകർ നടത്തിയ ചർച്ച വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. താങ്ങുവിലയിൽ തീരുമാനമാകാത്തതിനെ തുടർന്നാണ് ചർച്ച വീണ്ടും പരാജയപ്പെട്ടത്. സ്വാഭാവികമായിട്ടും ചർച്ച പരാജയപ്പെട്ടാൽ കർഷകർ ഡൽഹിയിലേക്ക് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് അറിയിച്ചൊരു സാഹചര്യത്തിൽ വീണ്ടും കർഷക സംഘടനകൾ അതിലിപ്പോൾ ഒരു ചർച്ച നടത്തുകയാണ്. വീണ്ടും സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകണോ അതല്ല സമരവുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും 3ാം റൗണ്ട് ചർച്ചയും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സമരവുമായി മുന്നോട്ട് പോകാം എന്നൊരു നിലപാട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ സമരവുമായി മുന്നോട്ട് പോകാം എന്ന് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടയിൽ ശംഭു അതിർത്തിയിൽ വീണ്ടും കർഷകരും പോലീസും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടിയ സാഹചര്യമുണ്ട്. കർഷകർക്ക് നേരെ പോലീസ് ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ്. 3ാം റൗണ്ട് ചർച്ചയാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. താങ്ങുവിലയിൽ തീരുമാനമാകാത്തൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ചർച്ച പരാജയപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. താങ്ങുവിലയിൽ മിനിമം താങ്ങുവിലയിൽ ഒരു നിയമനിർമ്മാണം എന്നൊരു ആവശ്യമാണ് കർഷകർ പ്രധാനമായും ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അതിൽ കേന്ദ്ര സർക്കാർ ഒരു കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ല. സമിതി രൂപീകരിക്കാം എന്നുള്ളൊരു നിലപാട് തന്നെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചൊരു പശ്ചാത്തലത്തിലാണ് കർഷകർ അതിൽ വഴങ്ങേണ്ടതില്ല, സമരവുമായി മുന്നോട്ട് പോകാം എന്നൊരു തീരുമാനം സ്വീകരിച്ചത്. എന്തായാലും ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിൽ ചേർന്ന 3ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിൽ ഇപ്പോൾ കർഷകർ സ്വീകരിച്ചു. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിൽ വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള സാധ്യത തെളിയുന്നുണ്ട്.
എന്തായാലും ഏതാണ്ട് 4 മണിക്കൂറോളം ഈ ചർച്ച നീണ്ടു. ആ ചർച്ച പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലെ നമുക്ക് ലഭ്യമായ വിവരം. വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രിമാരായ അർജുൻ മുണ്ടെ ഉൾപ്പെടെയുള്ളവർ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. മിനിമം താങ്ങുവിലയിൽ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായും കർഷകർ മുന്നോട്ട് വെച്ചത്. രണ്ടാം റൗണ്ട് ചർച്ചയിലും കർഷകർ ഇത് തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചൊരു ആവശ്യം. പക്ഷേ അതിലൊന്നും തന്നെ കേന്ദ്ര സർക്കാർ വഴങ്ങാൻ തയ്യാറാകാത്തൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കർഷകർ സമരമായി മുന്നോട്ട് പോകാം എന്നൊരു നിലപാട് സ്വീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ശംഭുവധത്തിലെ സാഹചര്യം വീണ്ടും കേന്ദ്ര സർക്കാർ കർഷക സംഘടനകളുമായി നടത്തിയ 3ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടിരിക്കുന്നു. താങ്ങുവിലയിൽ മിനിമം താങ്ങുവില എന്ന കാര്യത്തിൽ തീരുമാനമാകാതിരുന്നതോടെയാണ് ചർച്ച പരാജയപ്പെട്ടത്. തുടർ സമരങ്ങളിലേക്ക് കടക്കുക തന്നെയാണ് കർഷക സംഘടനകൾ ചെയ്യുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഖത്തർ സന്ദർശനത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ബുധനാഴ്ച രാത്രിയോടെ ദോഹയിലെത്തിയ പ്രധാനമന്ത്രി ഖത്തർ വിദേശകാര്യമന്ത്രി അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി മറ്റു ഉന്നതതല പ്രതിനിധികൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത്. UAE സന്ദർശനം പൂർത്തിയാക്കി ബുധനാഴ്ച രാത്രിയോടെ ദോഹയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ വിദേശകാര്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയുമായാണ് ആദ്യം കൂടിക്കാഴ്ച നടത്തിയത്. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും ഉഭയകക്ഷി ബന്ധവും മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. തുടർന്ന് ഖത്തർ വിദേശകാര്യമന്ത്രിയുടെ അത്താഴ വിരുന്നിലും മോദി പങ്കെടുത്തു. ഇന്നുച്ചയോടെ അമീരി ദിവാനിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തിയ മോദി വൃത്തിക്കുറ്റം ആരോപിച്ച് ഖത്തറിൽ തടവിലായിരുന്ന 7 ഇന്ത്യൻ നാവികരെ മാപ്പ് നൽകി വിട്ടയച്ചതിൽ ഖത്തർ അമീറിന് നന്ദി അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, ഊർജം, ബഹിരാകാശം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള പ്രാദേശികവും അന്തർദേശീയവുമായ വിഷയങ്ങളിലും ഖത്തർ അമീറുമായി ചർച്ച നടത്തിയതായും ചർച്ച ഫലപ്രദമായിരുന്നുവെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സെക്രട്ടറി വിനയ് മോഹൻ ഖത്ര പിന്നീട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൂടിക്കാഴ്ചയ്ക്കിടെ ഖത്തർ അമീറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വജുബ പാലസിൽ അമീറിന്റെ ഉച്ചവിരുന്നിൽ പങ്കെടുത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി പിതാവ് അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെയും സന്ദർശിച്ചു. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതായി അമീർ പിന്നീട് ട്വീറ്റ് ചെയ്തു. 2016 ജൂണിലായിരുന്നു നരേന്ദ്രമോദിയുടെ ആദ്യ ഖത്തർ സന്ദർശനം. അൻവർ പാലേരി, 24 ദോഹ. ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ സ്ഥിര താമസം ലക്ഷ്യമിടുന്നവർക്കായി ഗൾഫിൽ മൈഗ്രേഷൻ എക്സ്പോ വരുന്നു. സൗദി, UAE എന്നിവിടങ്ങളിലായാണ് പരിപാടി. ഫ്ലൈ വേൾഡിന്റെ നേതൃത്വത്തിലാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത മൈഗ്രേഷൻ ലോയർ താര എസ് നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് മൈഗ്രേഷൻ എക്സ്പോ നടക്കുക. ഈ മാസം 23-ന് റിയാദ് ഒലായ ഹോളിഡേ ഇന്നിലും 24-ന് ദമാമിലെ ബിസിനസ് പാർക്ക് നോവോറ്റലിലും 25-ന് ദുബായിലെ എയർപോർട്ട് റോഡ് ഫ്ലോറ ഇന്നിലുമാണ് എക്സ്പോ നടക്കുക. മുൻ ഇന്ത്യൻ നയതന്ത്രജ്ഞൻ TP ശ്രീനിവാസൻ പരിപാടിയിൽ പങ്കെടുക്കും. സ്കിൽഡ് പ്രൊഫഷണൽസിന് ഓസ്ട്രേലിയയിൽ സാധ്യമായ തൊഴിലവസരങ്ങളെക്കുറിച്ചും PR കരസ്ഥമാക്കാനുള്ള എളുപ്പവഴികളെക്കുറിച്ചും താര എസ് നമ്പൂതിരി ജനങ്ങളോട് നേരിട്ട് സംവദിക്കും. ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ യോഗ്യരായവർക്ക് ഏറ്റവും മികച്ച ഒരു അവസരമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് ഫ്ലൈ വേൾഡ് അധികൃതർ അറിയിച്ചു. മൈഗ്രേഷൻ ലോയറോട് നേരിട്ട് സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവസരവും പരിപാടിയിൽ ഒരുക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവിനും അഭിരുചിക്കും ചേരുന്ന കോഴ്സുകൾ ഏതാണെന്നും അതെവിടെ പഠിക്കണമെന്നതും കൃത്യമായ വ്യക്തത വരുത്താൻ സ്പെഷ്യലിസ്റ്റുകളും പരിപാടിയിൽ ഉണ്ടാകും. കഴിഞ്ഞ സാമ്പത്തിക വർഷം 4400-ൽ പരം PR ഇൻവിറ്റേഷനുകളാണ് ഫ്ലൈവേൾഡിന്റെ ഗ്ലോബൽ ഓഫീസുകൾ വഴി നേടിക്കൊടുക്കാൻ സാധിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. പരിപാടിയിലേക്ക് പ്രവേശനം സൗജന്യമായിരിക്കും. 24 ദുബായ്. ബഹ്റൈൻ മീഡിയ സിറ്റി സംഘടിപ്പിച്ച ഹാർമണി ട്രിപ്പ് ശ്രദ്ധേയമായി. ഒരു ദിവസം കൊണ്ട് ബഹ്റൈനിലെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം സന്ദർശിക്കും വിധമാണ് യാത്ര ഒരുക്കിയിരിക്കുന്നത്. മനാമ ടെമ്പിൾ, ഗ്രാൻഡ് മോസ്ക്, ബഹ്റൈൻ്റെ ആദ്യ തലസ്ഥാനമായ മുഹറഗിലെ ചരിത്ര സ്മാരകങ്ങൾ, ദോഹത്ത് ഗാർഡൻ, അവർ ലേഡി ഓഫ് അറേബ്യ കത്തീഡ്രൽ എന്നിവിടങ്ങൾ സംഘം സന്ദർശിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ ജർമ്മനി, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും യാത്രയിൽ പങ്കെടുത്തു. 44 വർഷം ബഹ്റൈൻ ജീവിക്കുന്ന ഡോക്ടർ PV ചെറിയാനെ ആദരിച്ചു. BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ PV ചെറിയാനും ഉൾപ്പെടുന്ന 51 അംഗ സംഘാടക സമിതി പരിപാടികൾക്ക് നേതൃത്വം നൽകി.
SFIU അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതി നാളെ വിധി പറയും. ജസ്റ്റിസ് M. നാഗപ്രസന്നയാണ് വിധി പറയുക. ഉച്ചയ്ക്ക് 2:30-ക്കാണ് കേസ് പരിഗണിക്കുന്നത്. തിങ്കളാഴ്ച ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി കേസ് വിധി പറയാനായി മാറ്റുകയായിരുന്നു. വിധി വരുന്നതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കരുതെന്ന് കോടതി SFIUക്ക് നിർദ്ദേശം നൽകിയിരുന്നു. SFIU ആവശ്യപ്പെടുന്ന രേഖകൾ നൽകണമെന്ന് എക്സാലോജിക്കിനും കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഖത്തറിലെ വിവിധ കമ്മ്യൂണിറ്റി ടീമുകളെ പങ്കെടുപ്പിച്ച് ഇന്ത്യൻ കൾച്ചറൽ സെന്റർ യൂത്ത് വിംഗ് ഇന്ത്യൻ സ്പോർട്സ് സെന്ററുമായി സഹകരിച്ച് ഇന്റർ AO ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. 12 ടീമുകളെ പങ്കെടുപ്പിച്ച് ഹാമിൽട്ടൺ സ്കൂൾ ഗ്രൗണ്ടിലാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് ISC പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ചയാണ് കിക്ക് ഓഫ്. വൈകിട്ട് 4 മുതൽ രാത്രി 11 മണി വരെയാണ് മത്സരങ്ങൾ. വാർത്താസമ്മേളനത്തിൽ ICC യൂത്ത് വിംഗ് വൈസ് ചെയർമാൻ വിനോദ് കുമാർ പട്ല, ICC ജനറൽ സെക്രട്ടറി നിഹാദ് അലി, ICC യൂത്ത് വിംഗ് കോർഡിനേറ്റർ സജീവ് സത്യശീലൻ എന്നിവർ പങ്കെടുത്തു. ഡൽഹി അലിപ്പൂരിൽ വൻ തീപിടുത്തം 7 പേർ മരിച്ചു. പെയിന്റ് നിർമ്മാണ ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. 22 ഫയർ എഞ്ചിനുകൾ എത്തി. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി. ബൽറാം, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? ഇതിന്റെ കാരണം സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാണോ? ആരണ്യ, ഇന്ന് വൈകിട്ട് 5:30യോടുകൂടിയാണ് ഡൽഹി അലിപ്പൂരിലെ ദയാൽപൂർ മാർക്കറ്റിലുള്ള പെയിന്റ് ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായത്. ഒരു പൊട്ടിത്തെറിക്ക് പിന്നാലെ തീ ആളിപ്പടരുകയായിരുന്നു. തുടർന്ന് ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സിന്റെ ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി ഈ തീ അണയ്ക്കാനുള്ള ദൗത്യം ആരംഭിക്കുകയുമായിരുന്നു. തീ ആളിപ്പടർന്നതോടെ ഏതാണ്ട് 22ഓളം ഫയർ എഞ്ചിനുകൾ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. പിന്നീട് തീ ഏതാണ്ട് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയ ശേഷമാണ് 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്, അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാണ് തീ എന്നാണ് ഫയർഫോഴ്സ് അറിയിക്കുന്നത്. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നതിനായി തെരച്ചിൽ തുടരുകയാണ് എന്നും കൂളിംഗ് ഓഫ് പ്രക്രിയ നടന്നു വരികയാണ് എന്നുമാണ് ഈ ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. ഈ സ്ഫോടനം ഉണ്ടായതിന്റെ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഫയർഫോഴ്സ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നടന്നത് ഒരു രാസസ്ഫോടനമാണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ പെയിന്റ് ഫാക്ടറിയിൽ സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കൾ എന്തോ കാരണത്താൽ പൊട്ടിത്തെറിച്ച് അത് പിന്നീട് തീപിടുത്തത്തിലേക്ക് വഴിവെക്കുകയായിരുന്നു എന്ന പ്രാഥമിക നിഗമനത്തിലാണ്. ഡൽഹി അലിപ്പൂരിലാണ് തീപിടുത്തം ഉണ്ടായത്. 7 പേർ അപകടത്തിൽ മരിച്ചെന്നിരിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരുമായി കേരളം നടത്തിയ ആദ്യഘട്ട ചർച്ച പരാജയം. കേരളത്തിന്റെ ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായില്ലെന്ന് ചർച്ചയ്ക്ക് ശേഷം ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. സെക്രട്ടറി തല ചർച്ച തുടരും. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിനായി സുപ്രീം കോടതിയാണ് ചർച്ചയുടെ വഴി തുറന്നത്. കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ചർച്ച വേണ്ടത്ര ബലം കണ്ടില്ല. ന്യായമായി ലഭിക്കേണ്ട കാര്യങ്ങളിൽ പോലും അനുകൂല തീരുമാനമുണ്ടായില്ലെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. ഇപ്പോൾ യോഗത്തിൽ നമ്മൾ വിചാരിച്ചതിന് അത്രയും ഒരു മെച്ചമോ ബ്രേക്ക് ത്രൂവോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന പല കാര്യങ്ങളും ആ കേസ് ഒരു തടസ്സമാണ്. കേസ് നിൽക്കുമ്പോൾ എങ്ങനെ ചർച്ച ചെയ്യും എന്ന നിലയിലാണ് ഉള്ള ഒരു സമീപനം എടുത്തിരിക്കുകയാണ്. സംസ്ഥാനം കോടതിയെ സമീപിച്ചതിൽ കേന്ദ്രത്തിന് അതൃപ്തി ഉണ്ടാകേണ്ട കാര്യമില്ല. ചില കണക്കുകൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ കൊടുത്ത മെമ്മോറാണ്ടവും അവർ നേരത്തെ നമുക്ക് അനുവദിച്ചതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചില സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് തർക്കങ്ങളും കണക്കുകളും ഉണ്ട്. അത് വീണ്ടും നാളെ സെക്രട്ടറി തലത്തിൽ അവർ നോക്കും, പരിശോധിക്കും. ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് പങ്കെടുത്തത്. ഔദ്യോഗിക തിരക്കുകൾ കാരണം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പങ്കെടുത്തില്ല. കേന്ദ്രത്തിന്റെ പ്രതിനിധികളായി ധനകാര്യ സെക്രട്ടറിയും അഡീഷണൽ സോളിസിറ്റർ ജനറലുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഹർജി സുപ്രീം കോടതി തിങ്കളാഴ്ച പരിഗണിക്കും വരെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ശ്രമം തുടരാനാണ് കേരളത്തിന്റെ നീക്കം. 24 ഡൽഹി. കിഫ്ബിയിൽ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ തള്ളി CAG ഓഡിറ്റ് റിപ്പോർട്ട്. കിഫ്ബി കടമെടുപ്പ് സർക്കാരിന് ബാധ്യതയുണ്ടാക്കുന്നതായി വിശദീകരിക്കുന്ന റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിച്ചു. ബജറ്റിന് പുറത്തുള്ള കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയെന്നാണ് CAG കണ്ടെത്തൽ. ഭൂമി പതിച്ചു നൽകുന്നതിൽ ഗുരുതര ക്രമക്കേടുകളും CAG റിപ്പോർട്ടിലുണ്ട്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത കടം സർക്കാരിന്റെ അധിക ബാധ്യതയാണെന്നാണ് CAGയുടെ നിലപാട്. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല. ബജറ്റിലൂടെ സ്വന്തം വരുമാനമെടുത്ത് കിഫ്ബിയുടെ കടബാധ്യതകൾ തീർക്കുകയാണ് സർക്കാർ. അതുകൊണ്ട് തന്നെ ഇത് ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണ് എന്ന വാദം അംഗീകരിക്കാനാവില്ല.
പെൻഷൻ കമ്പനിയുടെ 11,206.49 കോടിയുടെ വായ്പയും ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണെന്ന് CAG പറയുന്നു. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് നിയമസഭയിൽ വിശദീകരിക്കാതെ നിയമസഭയുടെ പൊതുസാമ്പത്തിക മാനേജ്മെന്റ്, മേൽനോട്ടം എന്നീ ഉത്തരവാദിത്തങ്ങളിൽ സർക്കാർ വെള്ളം ചേർത്തു. അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും CAG കുറ്റപ്പെടുത്തി. ധനക്കമ്മിയുടെ മൊത്തം സംസ്ഥാന ഉൽപ്പാദനവുമായുള്ള അനുപാതം കൂടി. GSTP നഷ്ടപരിഹാരത്തിന് ഒന്നിന് പിന്നാലെ ഒന്നായി കിട്ടിയ വായ്പ കടമായി പരിഗണിച്ചില്ല. റവന്യൂ വരുമാനത്തിന്റെ 19.98% പലിശയ്ക്കായി വിനിയോഗിച്ചത് ആശങ്കയുണ്ടാക്കുന്നെന്നും റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാനത്ത് വിപണി വില ഈടാക്കാതെ അനർഹർക്ക് ഭൂമി പതിച്ചു നൽകിയെന്ന സുപ്രധാന കണ്ടെത്തലുകളും CAG നടത്തി. പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചു. പാട്ടക്കരാറും പാട്ടത്തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. 24 തിരുവനന്തപുരം. ഇലക്ട്രൽ ബോണ്ട് കേസിൽ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി. ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള ധനസമാഹരണം സുപ്രീംകോടതി റദ്ദാക്കി. അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, വിവരാവകാശ നിയമത്തിന് വിരുദ്ധമാണ് ബോണ്ട് എന്നും കോടതി കണ്ടെത്തി. 5 അംഗ ബെഞ്ച് 2 വിധി എഴുതിയെങ്കിലും രണ്ടും ബോണ്ട് റദ്ദാക്കുന്നതിനെ അനുകൂലിച്ചു. ഇലക്ട്രൽ ബോണ്ടുകൾ നിലവിൽ വന്ന 6 വർഷത്തിനു ശേഷമാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. കോടതിയുടെ കണ്ടെത്തലുകൾ ഇങ്ങനെ: ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ്, അജ്ഞാതനായി നിന്ന് പണം നൽകുന്നത് കൈക്കൂലിയായി മാറാം, ഇലക്ട്രൽ ബോണ്ടുകൾ ഭരിക്കുന്ന പാർട്ടികൾക്ക് മാത്രം നേട്ടമാകുമെന്ന ഹർജിക്കാരുടെ വാദം നിലനിൽക്കും, പണം നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ ബാങ്കിനോ പാർട്ടികൾക്കോ അവകാശമില്ല. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജഡ്ജിമാരായ സഞ്ജീവ് ഖന്ന, BR ഗവായി, JB പർദിവാല, മനോജ് മിശ്ര എന്നിവർ അടങ്ങുന്ന 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. SBI പുറപ്പെടുവിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുകളാണ് ഇതുവരെ രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങി വന്നിരുന്നത്. ഇതുവരെ വിറ്റ മുഴുവൻ ബോണ്ടുകളുടെയും വിവരങ്ങൾ അറിയിക്കാൻ സുപ്രീം കോടതി SBIയോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളുടെ ധനസമാഹരണത്തിന് ഏറ്റവും സുതാര്യമായ മാർഗമാണ് ഇലക്ട്രൽ ബോണ്ട് എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് വിധിയെന്ന് ഹർജിക്കാർ. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടനയ്ക്ക് പുറമെ കോൺഗ്രസും CPIMഉം ഉൾപ്പെടെയുള്ള പാർട്ടികളാണ് കോടതിയെ സമീപിച്ചത്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ BJPക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയ സുപ്രീം കോടതി വിധി. ബോണ്ടിലൂടെ ഏറ്റവും കൂടുതൽ പണം വാങ്ങിയത് BJP ആണെന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കുതിരക്കച്ചവടത്തിനും ബോണ്ടിലൂടെ ലഭിച്ച തുക BJP ഉപയോഗിച്ചുവെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആരോപിച്ചു. കൈക്കൂലി വാങ്ങാനുള്ള മോദി സർക്കാരിന്റെ വഴിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് കോടതി വിധിയിലൂടെ തെളിഞ്ഞതായി രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. 10 വർഷത്തിനിടെ കേന്ദ്ര സർക്കാരിനും BJPക്കും സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇലക്ട്രൽ ബോണ്ട് കേസിലെ വിധി. പ്രതിപക്ഷ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് സുതാര്യമെന്നും കള്ളപ്പണം തടയാൻ കഴിയുമെന്നും അവകാശപ്പെട്ടാണ് BJP 2018 ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്. എന്നാൽ ഭരണഘടനാ വിരുദ്ധമെന്ന സുപ്രീം കോടതി വിധി പ്രതിപക്ഷ ആരോപണങ്ങളെ ശരിവെക്കുന്നു. This is a welcome verdict by the Supreme Court bench, and it's a unanimous verdict, and therefore it is historic that what we had maintained from day one, and amongst the major political parties, CPIM is the only party that refused to accept electoral bonds. So we are satisfied that our petition has been upheld by the court. ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനയുടെ സിംഹഭാഗവും കൈപ്പറ്റിയത് BJP ആണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ BJPയുടെ മൊത്തം സംഭാവന 2120 കോടി രൂപയായിരുന്നു. ഇതിൽ 61% ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്നാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച പാർട്ടിയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കോൺഗ്രസിന് കിട്ടിയതിന്റെ 7 ഇരട്ടി തുകയാണിത്. BJPക്ക് കൈക്കൂലിയും കമ്മീഷനും വാങ്ങാനുള്ള വഴിയാണ് ഇലക്ട്രൽ ബോണ്ടെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് ബോണ്ടുകളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവന്നാൽ അത് BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കും. 24 ഡൽഹി. ഡൽഹിയിൽ അനിശ്ചിതകാല സമരം തുടരുന്ന കർഷകരെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. നേരത്തെ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. നിതിൻ അംബുജനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കർഷക സംഘടനകൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? എപ്പോഴായിരിക്കും ഈ ചർച്ച? കർഷക സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. കാരണം 3ാം വട്ട ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് കർഷക സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. മിനിമം താങ്ങുവിലയിൽ ഒരു തീരുമാനമാകാത്ത പശ്ചാത്തലത്തിലാണ് 3ാം വട്ട ചർച്ച പരാജയപ്പെട്ടത്. പിന്നീട് കർഷക സംഘടനകളെ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിക്കുകയായിരുന്നു. പക്ഷേ കർഷക സംഘടനകൾ ഈ ചർച്ചയ്ക്ക് വഴങ്ങണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എന്തായാലും മിനിമം താങ്ങുവിലയിൽ നിയമനിർമ്മാണം എന്ന കാര്യത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് കർഷക സംഘടനകൾ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെ
ചർച്ച മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. ചർച്ച പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങും. നാളെ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ ശംഭുദത്തിൽ സംഘർഷഭരിതമാകാനുള്ള സാഹചര്യം കൂടി നിലവിലുണ്ട്. ഏതായാലും ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ശംഭുദത്തിൽ കർഷകരും അതോടൊപ്പം തന്നെ പോലീസും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടി. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും മിനിമം താങ്ങുവിലയിൽ നിയമനിർമ്മാണം എന്ന ആവശ്യത്തിൽ നിന്നും കർഷകർ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ചർച്ചയിലും, അതായത് ആദ്യത്തെ 2 തവണ നടത്തിയ ചർച്ചയിലും കർഷകരുടെ ഈ മിനിമം താങ്ങുവില എന്ന ആവശ്യത്തിൽ ഒരു സമിതി രൂപീകരിക്കാം എന്നൊരു നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് 3ാം വട്ട ചർച്ചയിലും രൂപപ്പെട്ടത്. പക്ഷേ അതിലൊന്നും തന്നെ കർഷക ശരി, 3ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ഒരു ചർച്ചയ്ക്ക് കർഷക സംഘടനകളെ ക്ഷണിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിൽ പങ്കെടുക്കണമോ എന്ന കാര്യത്തിൽ കർഷക സംഘടനകൾ ഇതുവരെ തീരുമാനമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. മറ്റൊരു വാർത്തയിലേക്ക്. സ്വന്തം സ്വത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നേരെ സമൂഹം ഉയർത്തുന്ന വെല്ലുവിളിയെ തുറന്നുകാട്ടുകയാണ് അന്താരാഷ്ട്ര നാടകോത്സവത്തിലെത്തിയ കോർണർ എന്ന നാടകം. സക്രയുടെ തേൻ എന്ന ചെറുകഥയും വിജയരാജ മല്ലികയുടെ ആത്മകഥയായ മല്ലികാ വസന്തവും പൊറാട്ട് നാടകവും പ്രേരണയാക്കി വരുൺ മാധവൻ ഒരുക്കിയ മലയാള നാടകമാണ് കോർണർ. വേദിയിലൊരുക്കിയ പ്രത്യേക കോർണറിലാണ് നാടകത്തിന്റെ അവതരണം. കോർണറിൽ പതിപ്പിച്ച കണ്ണാടിയിൽ സമൂഹത്തെ തന്നെ തുറന്നുകാട്ടുന്നു. ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും വൈകാരികമായ അനുഭവ സംഘർഷങ്ങളിലൂടെയുള്ള ജീവിതം, കഠിനമായ അനുഭവങ്ങളെയും സമൂഹത്തിന്റെ 2ാം നോട്ടങ്ങളെയും അതിജീവിച്ച കോകിലയുടെ കഥയാണ് കോർണർ. വയസ്സുവരെ മനു ജെ കൃഷ്ണനും പിന്നീട് വിജയരാജ മല്ലികയുമായി ജീവിക്കുന്ന മനുഷ്യാവസ്ഥയുടെ തുറന്നുപറച്ചിലാണ് മല്ലികാ വസന്തം എന്ന പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം. നാടകത്തിൽ സ്വന്തം സ്വത്വം തിരിച്ചറിഞ്ഞ് കോകിലയിലേക്ക് മാറാൻ ശ്രമിക്കുന്ന കഥാപാത്രം, അരികുവൽക്കരിക്കപ്പെട്ട വേദിയിൽ ആത്മസംഘർഷം നിറഞ്ഞ ജീവിതം തുറന്നുപിടിച്ച കണ്ണാടിയിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തി. ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളെത്രയൊക്കെ ആക്സെപ്റ്റൻസ് കിട്ടിയെന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ വ്യക്തികളോട് സമൂഹത്തിനുള്ളൊരു നിലപാട് എല്ലാം ഒന്നും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിനോട് നീതി പുലർത്തുന്നതായിരുന്നു സത്യത്തിൽ ഈ നാടകം. അത്തരം വ്യക്തികളുടെ മാനസിക വ്യഥകളെക്കുറിച്ചും അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ചും ഇതൊന്നും പൊതു ചർച്ചകളിൽ വെക്കാൻ പലപ്പോഴും മടിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എത്രയൊക്കെ നമ്മൾ പുരോഗമനം പറഞ്ഞാൽ പോലും അതിനൊന്നും അത്രയധികം വേദികൾ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കൊടുത്താൽ തന്നെ അതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആളുകൾ കുറച്ചൊക്കെ വിമുഖത കാണിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ അങ്ങനെ ഒരു ശബ്ദം കൂടിയായിരുന്നു കോർണർ എന്ന് പറഞ്ഞാൽ, അവർക്ക് വേണ്ടി സംസാരിച്ച ഒരു നാടകമായിരുന്നു. പോൾ സക്രിയുടെ തേനെന്ന ചെറുകഥയിലെ കരടിക്ക് കോകിലയോട് തോന്നുന്ന പ്രണയം മനുഷ്യ സമൂഹത്തിന്റെ പരമ്പരാഗത കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്നതാണ്. തനതു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി പൊറാട്ട് നാടകങ്ങളുടെ ശൈലിയിലായിരുന്നു കോർണർ. ലിംഗഭേദത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും കാണികളുടെ ചിന്തയിലേക്ക് പുതിയൊരു വെളിച്ചം കോർണർ നൽകുന്നു. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.